ഈ സ്നേഹനിമിഷത്തിൽ എല്ലാവർക്കും സ്വാഗതം. കൽപ്പത്തൂർ AUP സ്കൂൾ സമന്വയം 2026. അറിവിൻ്റെ ഈ ബോധിവൃക്ഷത്തണലിൽ കുട്ടികൾ ഇവിടെ കളിച്ചും ചിരിച്ചും ഒത്തുചേരുന്നു. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. കുട്ടികൾ പൂക്കളെപ്പോലെ വിടരും. നല്ല മണ്ണും നല്ല മക്കളും ഭൂമിയുടെ അഴകല്ലേ. കഴിക്കുന്നിതന്യാ കദളിപ്പഴം ഗജടധഭാ ലവലേശം കൊടുത്തില്ല കൊതിയനെട്ടൻ. കിണു കിണു കിണുങ്ങി
നമസ്കാരം കേട്ടോ. സന്തോഷായി. മുത്തശ്ശീനെ വേണ്ടാത്ത കാലാണല്ലോ. സിനിമയിലും നാടകത്തിലും ഒരരങ്ങിലും പോലും മുത്തശ്ശീനെ കാണുന്നില്ലല്ലോ. ആർക്കും വേണ്ട ഇപ്പൊ മുത്തശ്ശീനെ. എന്നാലേ ഈ അരങ്ങില് ഈ മുത്തശ്ശിക്ക് വരാൻ കഴിഞ്ഞത് വലിയ സന്തോഷായിട്ടോ. അല്ല, മുത്തശ്ശിയോ? ആരാ മുത്തശ്ശിയെ വേണ്ടെന്ന് പറഞ്ഞത്? നാടിന് വേണം, നാട്ടുകാർക്ക് വേണം, ജീവിതത്തിന് വേണം, കലയ്ക്ക് വേണം, അങ്ങനെ എല്ലാറ്റിലും മുത്തശ്ശി വേണം. കൊള്ളാട്ടോ, ഒക്കെ ഗംഭീരായിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശിയെ, നമുക്കങ്ങ് തുടങ്ങാം. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ പരിപാടി തുടങ്ങി അവസാനിക്കണത് വരെ ഈ കുഞ്ഞുണ്ണി ഉണ്ടാവും. നാ തുടങ്ങാം അങ്ങട്. ഈ യാത്രാമംഗളവേളയിൽ ടീച്ചറുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവതരിപ്പിക്കുന്ന കാവ്യശില്പം. അക്ഷരപ്പൊൻതിളക്കങ്ങൾ നിറദീപം തെളിക്കുമീ വേദിയിലേക്കിതാ സ്വാഗതം. അക്ഷയപ്പൊരുളുകൾ നിധിയായി വിളങ്ങുമീ യാത്രാവേളയിൽ മംഗളം സ്നേഹസാന്ത്വനം. നാടിൻ നന്മയ്ക്ക് വന്ദനം. നാട്ടുനേരിന് വന്ദനം. മാനവ സൗഹൃദ സുന്ദര ഗാഥകൾ പാടിയ ചരിത്രമുറങ്ങുന്ന മണ്ണേ പാടാ മംഗളം. ഞങ്ങൾ നേരാം സ്നേഹസാന്ത്വനം. പാടാ മംഗളം. ഞങ്ങൾ നേരാം സ്നേഹസാന്ത്വനം. കുടനീർത്തി നിൽക്കുമീ അക്ഷരപ്പോരു കുറിച്ചൊരു നമ്മുടെ വിദ്യാലയമേ. ഇനിയുമി ചരിത്ര യൗവനങ്ങളിൽ തളരാതിരിക്കട്ടെ പുതുഗാഥ രചിക്കാം. ആയിരങ്ങൾക്കറിവിൻ വെളിച്ചമായി നാരായമുനയാൽ സ്നേഹം പുരട്ടും. മരമായി വരമായി കുളിരായി നാടിന് തണലായി പടർന്നൊരു സ്നേഹത്തണലേ പാടാ മംഗളം. ഞങ്ങൾ നേരാം സ്നേഹസാന്ത്വനം. കൽപ്പത്തൂർ AUP സ്കൂൾ ചിൽഡ്രൻസ് തിയേറ്റർ അവതരിപ്പിക്കുന്ന കാവ്യശില്പം. നല്ല മണ്ണ്, നമ്മുടെ മലയാളം. മലയാളം കാണാൻ
സുന്ദരമായി അറിവിന്റെ പൂന്തോട്ടത്തിൽ സുഗന്ധം പരക്കുന്ന പൂക്കളെപ്പോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും ലാളിച്ചും ശാസിച്ചും വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥന്മാർക്ക് എങ്ങനെയായി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് പിരിയാൻ കഴിയുക? നമ്മളെ കൂടെ ഉണ്ടാവും, ഈ നാടിന്റെ കൂടെ. കുട്ടികളെ, നിങ്ങൾ തുടങ്ങിക്കോളി. ഈ ഭൂമിയിലെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ച! നല്ല ഭൂമി, നല്ല പാഠം. നല്ല മണ്ണിൽ നല്ല വിത്തു വളർന്നതേ നന്മ, നല്ല മൊട്ടുകൾ പൂക്കളായി വിരിഞ്ഞതും നന്മ. നല്ല മണ്ണിൽ നല്ല വിത്ത് വളർന്നതേ നന്മ, നല്ല മൊട്ടുകൾ പൂക്കളായി വിരിഞ്ഞതും നന്മ. പ്രാണനേകി ജീവജലവും തന്നതും നന്മ. അമ്മ തന്നെ ഭൂമി അമ്മ ചുരന്നു ഞങ്ങൾക്കായി, ദാഹനീരു പകർന്നു കുളിരായൊഴുകി മണ്ണിൽ. മണ്ണു തൊട്ടൊരു സത്യമായി വളർന്നതീ മരവും പൂത്തുകായായി തന്നു നമ്മൾ കായി കനി തിന്നാൻ. മണ്ണു പൊന്നാണിന്നു പഴമൊഴി കേട്ടതും സത്യം, മണ്ണു വിണ്ണാകുന്നു മണ്ണിൽ വേർപ്പു തൂകുമ്പോൾ. മണ്ണു പൊന്നാണിന്നു പഴമൊഴി കേട്ടതും സത്യം, മണ്ണു വിണ്ണാകുന്നു മണ്ണിൽ വേർപ്പു തൂകുമ്പോൾ. മനസ്സു നന്നായി നന്മ പൂക്കും നേരമറിയും നേരം, നല്ല മണ്ണും നല്ല മക്കളും അഴക് ഭൂമിക്ക്. മനസ്സു നന്നായി നന്മ പൂക്കും നേരമറിയും നേരം, നല്ല മണ്ണും നല്ല മക്കളും അഴക് ഭൂമിക്ക്. ലാ 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 ലാ.
കലണ്ടറും കണക്കുകളും ആദർശങ്ങളും വിപ്ലവങ്ങളും ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ അനാദിയായ മൗനം മാത്രം. ആ മൗനത്തിനൊടുവിൽ മഴ പെയ്തു. ജീവന്റെയും ജീവിതത്തിന്റെയും ഒന്നാം പാഠം അവിടെ തുടങ്ങുന്നു. നാൾ മുതൽ തലയ്ക്കുമേലുദിച്ചു നിന്ന സൂര്യതാരകങ്ങളിൽ മുഖം വരച്ച പൂർവികർ. കല്ലിനോടു കല്ലു ചേർത്തുരച്ചൊരിക്കൽ അഗ്നിയായി ചരിത്ര വീതിയിൽ ജ്വലിച്ചുയർന്നു നിന്ന പൂർവികർ. പോയ വേരു പിഴുതെടുത്ത ചാലിൽ നിന്ന് മുഴുതു വിളവിറക്കുവാൻ കലപ്പ കണ്ടെടുത്തവർ. ഇര പിടിക്കുവാൻ കൊതിച്ചു കൊന്നു തിന്നു തീറ്റയായ മൃഗസമാന ജീവിതം ചരിത്രവൽക്കരിച്ചവർ. ഭക്ഷണത്തിനായി തുറന്ന ജന്തുവിന്റെ വായിൽ നിന്ന് ഭാഷ എന്ന വിസ്മയത്തെ സംസ്കരിച്ചെടുത്തവർ. കഖ ഗഘ ങ ച ഛ ഝ ഝ ഞ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ചക്രവാള സീമകളും അപ്പുറത്തു കാണുവാൻ ദൂരദർശനങ്ങൾ തന്ന ധീരരക്തസാക്ഷികൾ. ഇതു പുരാതനർ തെളിച്ച പാത മർത്യജീവിതം ഇരുൾ കടഞ്ഞു പന്തമാക്കി മാറ്റിയോർ മഹാരഥന്മാർ. പിന്നിൽ നിന്നും മുന്നിലേക്ക് അനന്തമായി നീളുമി ചരിത്രവീഥിയിൽ വെളിച്ചം അറിവും അലിവും ഓർമ്മയും. മണ്ണിനെയും മരങ്ങളെയും പുഴകളെയും സ്നേഹിച്ച മലയാള നാട്ടിലെ മനുഷ്യർ അവന്റെ ഭാവനയും ചിന്തയും ചിറകുമുളച്ചു പറക്കാൻ തുടങ്ങി. അവന്റെ ചുണ്ടിൽ നിന്ന് അമ്മിഞ്ഞപ്പാലിന്റെ മധുരവും അഗ്നിയുടെ വിശുദ്ധിയുമുള്ള അക്ഷരങ്ങൾ പിറന്നു. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോലായികത്തിൽ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോലായികത്തിൽ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോലായികത്തിൽ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോലായികത്തിൽ. രയ്യരയം തകരയ്യരയം തകരയ്യരയ്യരയ്യരയ്യരയം തന്നാനേ താനാദിന തന്നാനം താനാ തന്നാനേ താനാദിന തന്നാനം താനാ. അക്കരത്തോട്ടിലെ കാരിഞ്ഞണ്ടിനെ കാണിച്ചോ, കണ്ണിറുക്കി നോക്കിച്ചോ, കൈമാടി വിളിക്കിച്ചോ. കെട്ടിവച്ച ചുണ്ടാനല്ലേ കുത്താനഞ്ചും പൂതി കുത്താനഞ്ചും പൂതി കുത്താനഞ്ചും പൂജി. വാങ്ങിവച്ച പട്ടുചല ചുട്ടാനഞ്ചും പൂതി ചുട്ടാനഞ്ചും പൂതി ചുട്ടാനഞ്ചും പൂതി.
തെയ്യന്താരോ തക തിന്തക തിന്തക തെയ്യന്താരോ തിന്തക തിന്തക തെയ്യന്താരോ തക തിന്തക തിന്തക തെയ്യന്താരോ. നയനാഭിരാമം. സ്വച്ഛന്തമായ നദിയിൽ തൊടുന്ന കാറ്റ് മനസ്സിനെയും തൊട്ടുതലോടി തണുപ്പിക്കുന്നു. സുഗന്ധം പൊഴിക്കുന്ന പൂക്കൾ, മാമരത്തിൽ കൊക്കുരുങ്ങുന്ന ക്രൗഞ്ചമിഥുനങ്ങൾ. നല്ല ഇര തിന്നാം തിന്നാം. വാ എല്ലാരും വാ, എല്ലാരും വാ. പച്ചി പച്ചി പച്ചി. മാനിഷാദ, അരുത് കാട്ടാള. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത്രൗഞ്ച മിഥുനോ ദേഗമവധി കാമമോഹിതം. ഹോ, എത്ര സങ്കടകരമായ കാഴ്ച. അമ്പേറ്റു പിടഞ്ഞു വീണ പക്ഷി, ഇണയുടെ രോദനം അത് ഈ പ്രകൃതിയിലും മുഴങ്ങിക്കേൾക്കുന്നു. ശോകം, ശോകം, ശോകമാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്ഥായീഭാവം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ഭൂമിയോളം ക്ഷമിക്കാനും അഗ്നിശുദ്ധി ഏറ്റുവാങ്ങാനും കാലവും ഇതിഹാസവും പെൺജന്മത്തിന് നൽകിയ പേര് സീത. ഉഴവുചാലിന്റെ പുത്രി, ആണിന്റെ സിംഹാസനമുറപ്പിക്കാൻ, അധികാരത്തിന്റെ വാക്കിന് വില കൽപ്പിക്കാൻ ബലി കൊടുക്കപ്പെടുന്നവൾ, ഭൂമിയുടെ പുത്രി സീത. ശോകത്തിൽ നിന്ന് ശ്ലോകം തീർത്ത വാൽമീകി ആദികാവ്യം രചിച്ചു, രാമായണം. പക്ഷേ സാധാരണക്കാരന് ഇത് നിഷിദ്ധം. അവർക്ക് വായിച്ചു മനസ്സിലാക്കാൻ രാമായണവും ഭാരതവും ഗീതയും തർജ്ജമ ചെയ്യുന്നു മലയാളം. ഇതിഹാസങ്ങൾ പിറന്ന നമ്മുടെ നാട്ടിൽ വീരേതിഹാസങ്ങൾ പിറന്നു. ആ കഥയറിയില്ലേ? നമ്മുടെ നാടിനെ കടൽ കടത്താൻ വന്ന സായിപ്പന്മാരുടെ കഥ, അവരെ ചെറുത്തു തോൽപ്പിച്ചവരുടെ കഥ. മനസ്സിൻ്റെ വാതിലുകളെല്ലാം തുറന്നിട്ടു നമ്മൾ പെരുന്നുകാർക്കാർ. അതിർത്തിയുടെ വാതിലുകളെല്ലാം തുറന്നിട്ടു നമ്മൾ വരുന്നവർക്കാർ. ഓ ബ്യൂട്ടിഫുൾ. വരണം സാഹിബേ, വരണം വരണം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? ഓ യെസ് യെസ്, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. അവിടെയും ഇവിടെയും പച്ചത്തലപ്പുകൾ, ധാരാളം കുരുമുളകുകളുണ്ട്. ഓ ധാരാളം കുരുമുളകുകളുണ്ട്. ജലം കിട്ടുമോ? ജലം ജലം. ഓ ഏലമൊക്കെ ധാരാളം ഉണ്ട് സാഹിബേ. ജലം കിട്ടും. ഓ ഏലം മാത്രമല്ല സാഹിബേ, അടക്കയുണ്ട്, കുരുമുളകുണ്ട്, ഇളനീരുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. സാഹിബ് വന്നാട്ടെ. അടക്കയുണ്ട്. അടക്ക കിട്ടും. അയ്യോ അയ്യാ, ധാരാളം അടക്കകളുണ്ട്. ഹായ്, കഷ്ടപ്പാടാണ് സാഹിബേ. ഇതൊക്കെ വന്ന് കണ്ട് വാങ്ങി ഒന്ന് സഹായിക്കണം. സഹായം. സഹായം വേണം. യു വാണ്ട് മണി? മണി മണി മണി. കുറച്ച് പണം തന്നാ മതി. ഓ പണം. ഓക്കെ ഓക്കെ, നമുക്ക് പണം തരാം. ഓക്കെ, പണം ധാരാളം തരാം. അത് മതി, അത് മതി. എന്നാ വന്നാട്ടെ. ഞാൻ കൊണ്ടുപോകും.
ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോയിക്കോ എല്ലാം കൊണ്ടുപോയിക്കോ, പണം തന്നാ മതി. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അതിഥി അധികാരിയായി മാറിയപ്പോൾ നമ്മൾ അരുതായ്മ നോക്കി കുനിഞ്ഞിരുന്നു. നമ്മളാ പറയുന്നത് കുഞ്ഞാലി, വാക്ക് നാക്കെന്ന് വരുന്നല്ല, കൽബുന്ന ചങ്കിന്റെ ഉള്ളുന്ന് കച്ചവടം ചെയ്യാനെത്തിയ തൊരപ്പൻ വെള്ളലികളെ കാർന്ന് 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 തിന്ന അവസാനം എന്റെ നാടിന്റെ മാനവും അഭിമാനവും സ്വാതന്ത്ര്യവും കൂടി തിന്നങ്ങള്. അത് തിരിച്ചറിയാൻ കാലമെടുക്കും ഈ നാട്ടുകാര്. അന്ന് എല്ലാം മുടിഞ്ഞ് ഈ നാടിന്റെ മയ്യത്തിന്റെ മുകളിൽ കൈവച്ച് കരയാൻ പോലും കഴിയാതെ നിൽക്കും ശത്രുവിനെ തിരിച്ചറിയാത്ത ഈ നാട്ടു ജനത. കുഞ്ഞാലി പറയണ്, ഞാൻ നെറ്റിയിൽ അമർത്തുന്ന മണ്ണ് അള്ളാഹു എനിക്ക് തന്ന സ്വർഗം. പെറ്റമ്മയോളം എനിക്കെന്റെ മണ്ണാ വലുത്. പടച്ചോൻ കഴിഞ്ഞ ഞാൻ പിറന്ന മണ്ണിനോടാ എന്റെ കൂറ്. പുരട്ടി കുന്തത്തിൽ കോർത്തൊരു തലയുണ്ട് ഈ പെരുവഴിയിൽ. കുഞ്ഞാലി മരക്കാരെ ഓർക്കുക നാം. കച്ചവടത്തിനു വന്നവർ കങ്കാണികളായി മാറുമ്പോഴതു കണ്ടു ചുവക്കുന്നൊരു കണ്ണുണ്ട് ഈ പെരുവഴിയിൽ. കുഞ്ഞാലി മരക്കാരുടെ ഇമയടയാ കണ്ണുകൾ. മണ്ണിത് മലയാളമാണ് സായിപ്പേ. ചൂഷണത്തിന്റെ ഗുണഘോഷങ്ങൾ ചാപ്പകുത്തിയ നിന്റെയൊക്കെ പരന്ത്രീസ് ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന മലയാളം. ഗോത്രമഹാസംസ്കാരങ്ങളുടെ അമ്പും വില്ലും നിന്റെയൊക്കെ ആഗോള സംസ്കാരത്തിന്റെ നെഞ്ചിൽ രക്തതിലകം ചാർത്തുന്ന കാലം വരും. അന്ന് പഴശ്ശി ഒരുപാട് വീരനായകന്മാരുടെ മുൻഗാമിയാകും. ഏയ്, പിടിച്ചുപറി കുലത്തൊഴിലാക്കിയ വെള്ളാരം കണ്ണ, നീ തോറ്റും മുട്ടുമടക്കി വന്ന കപ്പലിൽ മടങ്ങിപ്പോകുന്ന ദിവസം വരും. അന്ന് ഈ മണ്ണൊന്നിച്ചെനിക്കൊരു തിരികൊളുത്തി വയ്ക്കും. വീരപഴശ്ശിയുടെ ഓർമ്മയ്ക്കുള്ള ദേശാഭിമാനത്തിന്റെ അണയാ തിരി. വിരട്ടുവാൻ ചട്ടമൊക്കെ മാറ്റുവാൻ ദുഷ്ടനീതി വിഷ്ടഭക്തിയൊട്ടുമേ നിലച്ചിടാൻ. എത്ര നാളിനടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകമെന്ന് തിരിച്ചറിഞ്ഞ ജനത സ്വാതന്ത്ര്യ സമര മുഖത്തേക്കിറങ്ങി. നമ്മുടെ കേരളത്തിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നു. വൈദേശികൾ മാത്രമായിരുന്നില്ല നമ്മുടെ ശത്രുക്കൾ. അന്ധവിശ്വാസവും അനാചാരവും ചൂഷണങ്ങളും കൊടികുത്തിവാണ് ഇരുട്ടു നിറഞ്ഞ ഭ്രാന്താലയമായിരുന്നു കേരളം. ഇവിടെ നവോത്ഥാനത്തെ പടുത്തുയർത്താൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾ രംഗത്തു വന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനും. നമ്മുടെ മക്കൾക്കും പള്ളിക്കൂടത്തിൽ പഠിക്കണം. അതിനുവേണ്ടി ഈ അയ്യങ്കാളി ഒരു പള്ളിക്കൂടം പണിയുന്നു. വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം.
രാജാവിന്റെ തന്ത്രം രാജ്യത്തിന്റെ തന്ത്രമായി, അത് രാജതന്ത്രമായി വാഴ്ത്തപ്പെട്ട കാലം. അതങ്ങനെ തന്നെയാ അന്നും ഇന്നും. വരിയ വരിയ കോലോത്തുനാട് ഉദയവർമ്മന് രാജ്യകാര്യങ്ങൾ ഉപദേശിക്കുന്ന മന്ത്രി താൻ തന്നെയാ. പക്ഷേ ചതുരംഗ പലകയിൽ ഈ രാജാവും മന്ത്രിയും ശത്രുക്കൾ തന്നെയാ. കരുക്കൾ നിരത്തുക. ഒരു നീക്കം അങ്ങോട്ട് നീക്കണു. എങ്ങനുണ്ട്? പറഞ്ഞു തീരും മുമ്പ് മന്ത്രി നമ്മെ കീഴടക്കിയല്ലോ. ജയിക്കാനുള്ള സൂത്രമൊന്ന് എങ്ങനെയാ തിരുമേനിക്ക് പറഞ്ഞു കൊടുക്കുക? കരയില്ലേ കുട്ടാ, അമ്മ പാടുമ്പോ നീ ഉറങ്ങും, അച്ഛൻ തിരുമനസിന് ബുദ്ധി തെളിയും. രാരീരം 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 രാരീരാരോ ഉന്തുന്തും ദുന്തുന്തും 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 ഉന്തുന്തും ദുന്തുന്തും ദളേയുണ്ട്. അമ്പടി കേമി. അടുത്ത കളി തുടർന്നോ? അടിയറവും ഭേഷ്. ഇന്നെങ്കി ഇത്ര മതി തിരുമേനി. ആ നീക്കം പിടിച്ചു. ഹൈ, പാട്ടും കൊള്ളാം, പാട്ടിലെ സൂത്രവും കൊള്ളാം. ആരെവിടെ? ചെറുശ്ശേരി നമ്പൂതിരിയാ, കവി പുങ്കുവൻ. വരാമോ ഈ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പായി? രസികൻ, നമുക്കിന്ന് അതിസന്തോഷ. പ്രാണേശ്വരി, അതൊന്നുകൂടി അങ്ങോട്ട് പാടിക്കോ, കേൾക്കട്ടെ ചെറുശ്ശേരി. ഉന്തുന്തും ദുന്തുന്തും 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 ഉന്തുന്തും ദുന്തുന്തും ദളേയുണ്ട്. ഹൈ, നാം തന്നെ ഉറങ്ങിപ്പോകണു. എന്നാൽ അങ്ങോട്ട് ഉണരുക. എന്നിട്ട് ഈ ഈണത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥകൾ ചേർത്തൊരു കാവ്യം ചമയ്ക്ക. അടിയന് ശുദ്ധ മലയാളത്തിലേ താല്പര്യമുള്ളൂ. അങ്ങനെ തന്നെ മതി. അപ്പൊ ജനങ്ങൾക്ക് എക്കാലത്തും വായിക്കുകയും ചെയ്യാലോ. പാലാഴി മാതൂതാൻ പാലിച്ചു പോരുന്ന കോലാധീനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്കയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനിന്നിങ്ങനെ ഭാവിച്ചപ്പോൾ ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിരമസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ. ശ്രീഭൂവിലസ്ഥിരമസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ. കുട്ടിയോളെ, സ്ഥലകാലങ്ങളെ സംഗീതത്തിൽ അലിയിപ്പിക്കുന്ന കലയാണ് കഥകളും നോവലുകളും. നിത്യജീവിതത്തിന്റെ നേർപകർപ്പല്ല. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന സ്വപ്നമാണ് ഓരോ നോവലുകളും പങ്കുവെക്കുന്നത്. മനുഷ്യ മനസ്സുകളുടെ സഫലമാവാത്ത ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ഓരോ കഥകളും.
മലയാളത്തിൻ്റെതായ കഥകളുടെയും നോവലുകളുടെയും കലവറ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കാൻ സാധിക്കാന്ന് വെച്ചാൽ തന്നെ അതിൽ പരം മറ്റെന്ത് സന്തോഷ ഈ കുഞ്ഞുണ്ണിക്കുണ്ടാവുക. സ്വാതന്ത്ര്യ മനസ്സു പിടഞ്ഞാൽ ഉണരുകയല്ലോ കഥ പറയാൻ, നന്മ മനുഷ്യന് പകരുകയല്ലോ നീളും കഥകളിതു നോവൽ. അസ്വാതന്ത്ര്യ മനസ്സു പിടഞ്ഞാൽ ഉണരുകയല്ലോ കഥ പറയാൻ, നന്മ മനുഷ്യന് പകരുകയല്ലോ നീളും കഥകളിതു നോവൽ. കേരളത്തിൽ മരുമക്കത്തായം നിലനിന്നിരുന്ന കാലം. പൂവരങ്ങ് തറവാട്ടിലെ കാരണവർ പഞ്ചുമേനോന്റെ കീഴിൽ വളരുന്ന മാധവി എന്ന ഇന്ദുലേഖ പഠിപ്പുള്ള കുട്ടിയാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനിയും ബന്ധുവുമായ മാധവനിൽ അവൾ അനുരക്തയാണ്. അന്യോന്യം അന്ധകരണ വിവാഹം നടത്തിയ മാധവി മാധവന്മാരുടെ ഇടയിലേക്ക് ഏതാണ്ട് 50-നടുത്ത പ്രായവും വിഡ്ഢിയുമായ സൂര്യ നമ്പൂതിരിപ്പാട് കടന്നുവരുന്നു. ഓ, ഇന്ദുലേഖയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, കണ്ടപ്പോ അതിലും കേമം. ഇന്ദുലേഖയ്ക്ക് ഇംഗ്ലീഷ് നല്ല വശല്ലേ? പെണ്ണുങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ പ്രളയം വരാനോ മറ്റോ സാധ്യതയുണ്ടോ ആവോ? കൊറേ പഠിച്ചു. ഓ, നന്നായി നന്നായി. ഇന്ദുലേഖയെ കാണാനായിട്ട് തന്നെയാ വന്നത്. അത്താഴം കഴിഞ്ഞ് ഇവിടെ വന്ന ഇന്ദുലേഖയുടെ പാട്ടും കേൾക്കാലോ. അന്തഃപുരങ്ങളിൽ കയറി ഇറങ്ങി സംബന്ധവും സഹവാസവും നടത്തുന്ന നമ്പൂതിരിപ്പാടിന് പഠിപ്പും സംസ്കാരവുമുള്ള പെണ്ണിന്റെ മനസ്സ് മനസ്സിലാകില്ല. കാത്തിരിക്കുന്നുണ്ടാവും ഇനിയും വെളിച്ചം കാണാത്ത പത്തായപ്പുരകളിൽ പഠിപ്പില്ലാത്ത പാവം പെൺകിടാങ്ങൾ. കഷ്ടം മലയാളി പെണ്ണ്. എന്നാ അവള് രക്ഷപ്പെടുക? എന്താ നിക്കണത്? നമ്പൂതിരിപ്പാട് ഇറങ്ങി നടന്നോളൂ. പഠിച്ച പെണ്ണ് അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാ മലയാളത്തില് ആദ്യത്തെ ലക്ഷണമൊത്ത നോവല് പിറന്നു വീണത്. ഇന്ദുലേഖ. ഒരു കാലം പടിയിറങ്ങി. ആ ഓർമ്മകൾക്കു മുന്നിൽ പ്രണമിച്ചുകൊണ്ട് രണ്ടാമൂഴം. കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമന് ജയിച്ചേ പറ്റും. ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. കളരിവിളക്ക് തെളിഞ്ഞതാണോ? കൊന്നമരം പൂത്തുലഞ്ഞതാണോ? കളരിവിളക്ക് തെളിഞ്ഞതാണോ? കൊന്നമരം പൂത്തുലഞ്ഞതാണോ? മാനത്തു നിന്നാനും വന്നതാണോ? മാനത്തു
ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്നതിന്റെ ഉത്തരത്തിൽ നമ്മുടെ പാട്ടിനും കഥയ്ക്കും നോവലിനും കവിതയ്ക്കുമൊക്കെ സ്ഥാനമുണ്ട്. ഒപ്പം നമ്മുടെ നാടകത്തിനും. നാടിന്റെ വാക്കായി വർണ്ണമായി വിളക്കായി നാടകം തെളിഞ്ഞു നിന്ന കാലം. കലാസ്നേഹികളെ, അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ തെളിയട്ടെ വിളക്കുകൾ താമസിന്റെ തല വെട്ടി ഗതികെട്ട മനുഷ്യന്റെ മനസ്സുകൾ ഉണരട്ടെ. ഒരു മതിൽക്കെട്ടിനുള്ളിൽ കിടന്ന് പെറ്റുകൂട്ടുന്ന പണിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് അധികകാലം പെണ്ണുങ്ങളെ കിട്ടുകയില്ല. നിങ്ങൾ സ്ത്രീകളുടെ ബുദ്ധി മരവിപ്പിക്കുകയാണ്. അവർക്ക് വെളിച്ചം കാണിക്കാതെ വിദ്യാഭ്യാസം നൽകാതെ അവരെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നശിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളാണ്. കൈകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ് കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ്. അരങ്ങിൽ നിന്ന് സ്ക്രീനിലേക്ക് മലയാള സിനിമയുടെ സുവർണ ചരിത്രം നമുക്ക് ഓർമ്മിക്കാം. പെണ്ണാളെ
പാലത്ത് പറക്കണ ചെമ്പരുന്തേ, പാലത്ത് പറക്കണ ചെമ്പരുന്തേ, നീ നിന്നു മത്തിയോ ജമീനോ, നീ നിന്ന് മത്തിയോ ജമീനോ. അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, ഒരു നല്ല കോരുതാ കടലമ്മേ, ഒരു നല്ല കോരുതാ കടലമ്മേ. നിർത്ത്, നിർത്താനല്ലേ പറഞ്ഞത്? നിങ്ങൾ സിനിമയുടെ ചരിത്രം പറയാല്ലേ? എന്നെ അറിയോ നിങ്ങൾക്ക്? എന്റെ പേര് റോസമ്മ. ഞാനാ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിലെ നായിക. ജെ.സി. ഡാനിയലിന്റെ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ മതഭ്രാന്തന്മാർ ഈ മലയാളക്കരയിൽ നിന്നും അടിച്ചോടിച്ച നായിക. അഭിനയിച്ച സിനിമയിൽ സ്വന്തം മുഖം കാണാൻ കഴിയാതെ പേടിച്ചോടിയ റോസി. റോസിയുടെ സിനിമ കളിക്കുന്ന ടാക്കീസ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കത്തിക്കടാ, അവള് പോലും അവളുടെ സിനിമ കാണരുത്. നമുക്ക് മലയാളത്തിൻ്റെ പ്രിയ നടി റോസിയെ ഓർമ്മിക്കാം. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ താളുകൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നുയരുകയാണ്. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ.
നല്ല മണ്ണ് നമ്മുടെ മലയാളം, ഒരുമയുടെ മണ്ണ് മലയാളം. ദുരന്തമുഖത്ത് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി സ്നേഹത്തോടെ നമ്മളെല്ലാവരെയും ചേർത്തു പിടിച്ചു. കേരളം സ്നേഹത്തിൻ്റെ നാട്. സ്നേഹം 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 പെയ്തു വളർന്നൊരു നാട്, കൂട്ടിന് കരുതൽ കൂടിയ നാട്. പണ്ടും നമ്മൾ നടന്നീലേ, ഇന്നും വഴികൾ മറന്നീല. കതിരു വിളഞ്ഞൊരു നേരത്ത്, ദുരിതം കൊയ്തൊരു കാലത്ത്. കതിരു വിളഞ്ഞൊരു നേരത്ത്, ദുരിതം കൊയ്തൊരു കാലത്ത്. ഉശിരിൽ കൈകൾ ഉയർന്നൊരു നാൾ, പുതിയ വസന്തം തീർത്തൊരു നാൾ. ഉശിരിൽ കൈകൾ ഉയർന്നൊരു നാൾ, പുതിയ വസന്തം തീർത്തൊരു നാൾ. മാരികൾ രോഗമഹാദുരിതത്തിൽ സേവനമാണെന്നാടിന്നുയിരി എന്നവർ ചൊല്ലിയ നശ്വരരായി എന്നും നാടിന് കരുതൽ കൂടി. കുന്നിന്നൊമ്പരമറിയാതെ അരുതു പറഞ്ഞതു മറവിയായി, നരകം തീർത്ത പുഴ പാഞ്ഞു, പ്രളയപ്പേറ്റിൽ മലയിളകി. അന്യന്റെ ജീവനൻ ജീവനേക്കാൾ വിലയെന്ന് ചൊല്ലി ഉണർന്നെണീറ്റോ, ആർത്തനാദത്തിന് ചെവി കൊടുത്തോ ഇവർ കേരളത്തിന്റെ ധീരപുത്ര. അന്യന്റെ ജീവനൻ ജീവനേക്കാൾ വിലയെന്ന് ചൊല്ലി ഉണർന്നെണീറ്റു, ആർത്തനാദത്തിന് ചെവി കൊടുത്തോ ഇവർ കേരളത്തിന്റെ ധീരപുത്ര. ഇവർ കേരളത്തിന്റെ ധീരപുത്ര. ഉള്ളിൽ വെളിച്ചം തെളിയിക്കുന്നത് ഗുരു, ഉള്ളിൽ സ്നേഹം നിറയ്ക്കുന്നത് ഗുരു, അറിവിൻ്റെ ആകാശം കാണിച്ചു തരുന്നത് ഗുരു. നമ്മുടെ സ്കൂളിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനാധ്യാപിക സുഷമ ടീച്ചർക്ക് കുട്ടികൾ നൽകുന്ന ആദരം. ഒരു ദീപനാളമായി ഗുരുവുള്ളിലുണ്ടെങ്കിൽ തെളിയാത്ത വീഥികളില്ല. ഒരു ദീപനാളമായി ഗുരുവുള്ളിലുണ്ടെങ്കിൽ തെളിയാത്ത വീഥികളില്ല. ഒരു പ്രാണവായുവായി ഗുരുവണയുമ്പോൾ ഉണരാത്ത ജീവിതമില്ല. ഒരു മയിലാട്ടമായി ഗുരു കണ്ണിലെത്തുമ്പോൾ കാണാത്ത കാഴ്ചകളില്ല. ഒരു മയിലാട്ടമായി ഗുരു കണ്ണിലെത്തുമ്പോൾ കാണാത്ത കാഴ്ചകളില്ല. ഒരു സൂനഗന്ധമായി ഗുരു ചാരയെത്തുമ്പോൾ പകരാത്ത നിവൃത്തിയില്ല.
ഒരു സൂനഗന്ധമായി ഗുരുചാരയെത്തുമ്പോൾ പകരാത്ത നിവൃത്തിയില്ല. ഒരു സ്നേഹബിന്ദുവായി ഗുരു നാവിലെത്തുമ്പോൾ നുകരാത്ത മാധുര്യമില്ല. ഒരു സ്നേഹബിന്ദുവായി ഗുരു നാവിലെത്തുമ്പോൾ നുകരാത്ത മാധുര്യമില്ല. ഒരു കുയിൽ നാദമായി ഗുരു കാതിലെത്തുമ്പോൾ വിടരാത്ത വാസന്തമില്ല. ഒരു കുയിൽ നാദമായി ഗുരു കാതിലെത്തുമ്പോൾ വിടരാത്ത വാസന്തമില്ല. ഒരു കരസ്പർശമായി ഗുരു കൃപയെത്തുമ്പോൾ തീരാത്ത നോവുകളില്ല. ഒരു കരസ്പർശമായി ഗുരു കൃപയെത്തുമ്പോൾ തീരാത്ത നോവുകളില്ല. ഒരു കുളിർ തെന്നലായി ഗുരുവരനൊഴിയുമ്പോൾ ഒഴിയാത്ത ബാധകളില്ല. ഒരു കുളിർ തെന്നലായി ഗുരുവരനൊഴിയുമ്പോൾ ഒഴിയാത്ത ബാധകളില്ല. ഒരു മന്ദഹാസമായി ഗുരുമുഖം തെളിയുമ്പോൾ ഒരു മന്ദഹാസമായി ഗുരുമുഖം തെളിയുമ്പോൾ ഉതിരാത്ത പൂനിലാവില്ല. ഒരു വർഷമേഘമായി ഗുരു കുതിച്ചെത്തുമ്പോൾ പെയ്യാത്ത പൂങ്കുളിരില്ല. ഒരു വർഷമേഘമായി ഗുരു കുതിച്ചെത്തുമ്പോൾ പെയ്യാത്ത പൂങ്കുളിരില്ല. ഒരു സൂര്യ തേജസ്സായി ഗുരുവരനുയരുമ്പോ ഒരു സൂര്യ തേജസ്സായി ഗുരുവരനുയരുമ്പോൾ അകലാത്ത കൂരിരുളില്ല. അണുതോറും ആനന്ദ തീർത്ഥപ്രവാഹമായി നിറയുന്നു ഗുരുവരദാനം. അണുതോറും ആനന്ദ തീർത്ഥപ്രവാഹമായി നിറയുന്നു ഗുരുവരദാനം. അതിലലിഞ്ഞീ ജന്മ കർമ്മപഥങ്ങളിൽ പരിപൂരിതാനന്ദമാടാം, പരിപൂരിതാനന്ദമാകാം. ഒരു ദീപനാളമാ ഗുരുവുള്ളിലുണ്ടെങ്കിൽ തെളിയാത്ത വീഥികളില്ല. ഒരു പ്രാണവായുവാ ഗുരുവരനണയുമ്പോ ഉണരാത്ത ജീവിതമില്ല, ഉണരാത്ത ജീവിതമില്ല.
ഉണരാത്ത ജീവിതമില്ല. കുട്ടികളുടെ പ്രിയപ്പെട്ട സുഷമ ടീച്ചറെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിടരും മനസ്സുകളെ കിനാക്കൾ തേടും തുമ്പികളെ, വിടരും മനസ്സുകളെ കിനാക്കൾ തേടും തുമ്പികളെ, ഇനി വരും പുലരികളിൽ കേരള ഭാവി ഭാസുരമാക്കുവാൻ ഒന്നു ചേരുക നാം പ്രഭ ചൊരിയും മലരുകളെ. സുന്ദര കേരള നന്മയ്ക്കായി ഒന്നായി ചേരുക നാം, എന്നും ഒന്നായി ചേരുക നാം. മധുമലയാള നന്മയ്ക്കായി ഒന്നായി ചേരുക നാം, എന്നും ഒന്നായി ചേരുക നാം. മതവും ജാതിയുമെല്ലാം മറന്ന് ആടുക പാടുക നാം, മതവും ജാതിയുമെല്ലാം മറന്ന് ആടുക പാടുക നാം.